90-ാം വയസ്സിലും പൂരം കാണാൻ രാവിലെ കുളിച്ചൊരുങ്ങിയിരിക്കുന്ന ഒരമ്മ. 16 വർഷങ്ങളായി കാലിന് ചലനശേഷി നഷ്ടപ്പെട്ട അമ്മയുടെ യാത്രയ്ക്ക് സാരഥി മകൻ രാജഗോപാലാണ്. വടക്കുന്നാഥനെ അറിയിക്കാൻ ഘടകപൂരങ്ങളൊക്കെ തന്നെ എത്തിശേഷത്തിന് ആ പൂരത്തിന് ആണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കണിമംഗലം ശാസ്താവ് നേരത്തെ നമുക്ക് തൃശ്ശൂരത്തിന് പോണ്ടേ? ഇന്നലെ നമ്മള് ആനച്ചമയം കണ്ടു, ആനകളെ കണ്ടു, പൂരപ്പന്തല് കണ്ടു അല്ലേ? നമുക്ക് വെയിലാറിയിട്ടേ നമുക്ക് പൂരത്തിന് പോവാം കേട്ടോ. രാജേട്ടനും അമ്മയും കൂടെ പൂരപ്പറമ്പിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ ഈ ചൂടുള്ള ഭയങ്കര ചൂടല്ലേ, അപ്പൊ എന്താ വേണ്ടെന്നൊരു സംശയത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഞാൻ അമ്മയ്ക്ക് ആനച്ചമയം കാണിച്ചു കൊടുത്തു. പൂരം കാണാ? അതെ. ഇന്നലെ പോയിട്ട് എന്ത് കണ്ടു? ഇന്നലെ കാണാവോ? ആനച്ചമയം കണ്ടു, ആനച്ചമയം കണ്ടു, പൂരപ്പന്തല് കണ്ടില്ലേ? പൂരപ്പന്തലൊക്കെ കണ്ടു, പിന്നെ ആനകളെ കണ്ടു. രണ്ടെണ്ണേ കണ്ടു. രണ്ടെണ്ണേ കണ്ടുള്ളൂ, ബാക്കി കാണണം. ഇന്ന് കാണണം ബാക്കി. ഇപ്പൊ എത്ര വർഷം പൂരത്തിന് പോകണം? എല്ലാ കൊല്ലം പോവോ? കഴിഞ്ഞെല്ലാം പോയി. 2 പ്രാവശ്യം പോണു. വയസ്സെത്രയായി? വയസ്സ് കുറേ 100 ആയി. അപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം പോയി. ഇപ്പൊ ഈ കൊല്ലം പോണം. അപ്പൊ ഈ ചൂട് കാരണം ഭയങ്കര 11 3 ഇടയില് പുറത്തേക്ക് ഇറക്കരുതെന്ന് ഉണ്ടായത് ഒരു ചെറിയ ഡൗട്ട്. അപ്പൊ ഞാൻ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, പോണെങ്കിൽ പോവാം. ഈ ചൂടിന്റെ കാര്യം എന്താ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തമ്പടിച്ച് നിൽക്കാം. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ടി വിയിൽ കാണിച്ചു കൊടുക്കാം. അടുത്ത് കുറെ അമ്പലത്തിൽ പോയില്ലേ? ഇപ്പൊ ടോട്ടൽ 1050 സ്ഥലങ്ങൾ കണ്ടു. അതിൽ 500 അമ്പലം തൊഴുതു. കിടപ്പിലായിട്ട് 16 വർഷമായി. പെങ്ങളുടെ മരണപ്പെട്ടു, ചേച്ചി മരണപ്പെട്ടു. അപ്പൊ വീടാണ്ട് ശൂന്യായി. പിന്നെ അപ്പൊ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നപ്പോ അമ്മയ്ക്ക് ആകെ ഒരു വിഷമം, ആകെ ഒരു ഡൗണായി, മാനസികമായിട്ട് ഡൗൺ ആയി. പിന്നെ കുറേശ്ശെ യാത്രയ്ക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ ഞങ്ങളുടെ അമ്മയുടെ ഒരു ഡോക്യുമെന്ററി ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പൊ മെയ് 10 ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോവാണ്. അത് ഹാപ്പിനെസ് മെഡിസിൻ ആണ് ഫിലിമിന്റെ പേര്. അപ്പൊ ഒരു ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടായിട്ടത്. അത് അമ്മ ഇങ്ങനെ പുറത്തോണ്ട് എടുത്തു എല്ലാ ദിവസവും? മിക്ക ദിവസം യാത്രകൾ കൂടുതലുണ്ട്. വല്ലപ്പോഴൊക്കെ പുറത്തേക്കുള്ളൂ. മിക്ക ദിവസം ഉച്ചയ്ക്ക് ശേഷം യാത്രകളാണ്. അതിപ്പോ ഒരു കൊല്ലങ്ങളോ 2-3 വർഷത്തോളം യാത്രകളായിട്ട്. അടുത്ത യാത്ര എങ്ങോട്ടാ? പൂരത്തിന് പോണം. പൂരത്തിന് പോണം. അപ്പൊ അമ്മയ്ക്ക് ഞാൻ അടുത്തൊരു മോഹം ദുബായ് യാത്രയാണ്. അപ്പൊ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്കൊരു മോഹം, അപ്പൊ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിക്ക് അത് വേണം. ചെറിയ കുട്ടികൾ പറയും വാശി പിടിക്കില്ല, അതുപോലെ അത് കാണണം ഇത് കാണണം. അപ്പോൾ അങ്ങനെ ഓരോ ടി വിയിൽ കാണുമ്പോഴേക്കും അവരെ കാണണം ഇവരെ കാണണം. അപ്പോൾ ഞാൻ ഓരോരുത്തരെയും മഞ്ജു വാര്യരെ കാണിച്ചു കൊടുത്തതിന്. അപ്പോൾ അതിന് ട്രൈ ചെയ്തൊരു വർഷത്തോളം ഓടിയിട്ടാണ് ഈ മഞ്ജു വാര്യരെ കാണിച്ചു കൊടുത്തത്. അതുമാതിരി പിണറായി വിജയനെ കാണിച്ചു കൊടുത്തു, അതുമാതിരി IM വിജയൻ, അതുമാതിരി ജയരാജ് വാര്യരെ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണിച്ചു കൊടുത്തു ഞാൻ. അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഞാൻ പോകുമ്പോൾ എനിക്ക് ഇനി വയ്യാണ്ടേ പോകുന്നൊരു തോന്നില്ല അമ്മയ്ക്ക്. അപ്പം വേണ്ടെന്ന് പറയും. എന്നാലും ഞാൻ കൊണ്ടുപോകും. എൻ്റെ വയ്യ ഞാൻ കണക്കിലെടുക്കാറില്ല. അപ്പം അമ്മയുടെ സന്തോഷമാണ് ഇപ്പം എൻ്റെ സന്തോഷം. അപ്പം അങ്ങനെ പൂരത്തിൽ കാണാം വൈകുന്നേരം. നോക്കിയിട്ടേ വൈകുന്നേരം ഇറങ്ങാം, വൈകുന്നേരം പോവാം. ഓക്കെ, എന്തായാലും നമുക്കൊരു വൈകിട്ടേലും പൂരം കാണാം. നമുക്ക് ബാക്കി ടി വിയിൽ കാണാം. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൊല്ലത്ത് പൂരട്ടോ. അപ്പോൾ രാജേട്ടനും സാവിത്രിയമ്മയ്ക്കും നല്ല ഒരു യാത്ര ആശംസ നേരുന്നു. അപ്പോൾ പൂരം അങ്ങോട്ട് പൊളിക്കണം അല്ലേ? പൂരം പൊടി പൊടിക്കണം. ഓക്കെ. അപ്പോൾ ക്യാമറ നിഖിൽ ജോസഫ്, ഹരീഷ് ഹരിദാസ്, മാതൃ ന്യൂസ്, തൃശ്ശൂർ.